കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെയും സൗജന്യ ഡയാലിസിസ് സെൻ്ററിൻ്റെയും ഉദ്ഘാടനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ നിർവഹിച്ചു. കൊടുക്കുമ്പോൾ കിട്ടുന്ന സുഖവും സന്തോഷവുമാണ് പ്രധാനമെന്നും അത് തിരിച്ചു കിട്ടുമ്പോൾ കിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, 2500 വൃക്ക മാറ്റിവെക്കൽ നടത്തിയ ഡോക്ടർ ജോർജ് പി എബ്രഹാം, ആസ്റ്റർ മെഡിസിറ്റി ലിവർ കെയർ ലീഡ് കൺസൾട്ടൻറ്റ് ഡോക്ടർ മാത്യു ജേക്കബ്, ലേക്ക് ഷോർ ഹോസ്പിറ്റൽ നെഫ്രോളജി ഡയറക്ടർ ഡോക്ടർ അബി എബ്രഹാം, അമല മെഡിക്കൽ കോളേജ് ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗം തലവൻ ഡോക്ടർ ആൻഡ്രൂസ് ജി ജോസഫ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കുറുമാലിടവക വികാരി റവറൻ ഡോക്ടർ സേവിയർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചു. മകൾ തെരേസയുടെ ഓർമ്മയ്ക്കായി ഡയാലിസിസ് സെൻ്ററിനായി കിഡ്നി ഫെഡറേഷന് കുറുമാലിൽ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ അമേരിക്കൻ മലയാളി ഷൈജു ആൻ്റണി ലോനപ്പൻ, ഡയാലിസിസ് സെൻ്റർ സ്പോൺസർ ചെയ്ത ദമ്പതിമാരായ ജോണി, ഫ്ലവർ ജോണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ദീർഘകാലം കിഡ്നി ഫെഡറേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഫൗണ്ടർ ട്രസ്റ്റി പി കെ ചെറിയാൻ, കോ ഫൗണ്ടർ ജി മോഹനചന്ദ്രൻ, ട്രസ്റ്റി ബി എം ജെയിംസ്, കെയർ ആൻഡ് മൈൽ ട്രസ്റ്റി തോമസ് ചിറമൽ എന്നിവരെയും ആദരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വേലൂർ പഞ്ചായത്തിലെ അർഹരായ 200 രോഗികൾക്ക് ധനസഹായം നൽകി. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി, സംസ്ഥാന ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി മെമ്പർ വർഗീസ് തരകൻ, ബിന്ദു ശർമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ സഹകരണത്തോടെയാണ് ഡയാലിസിസ് സെൻ്റർ പ്രവർത്തിക്കുക. വേലൂർ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ പരിസര പ്രദേശങ്ങളിൽ വൃക്കരോഗം മുൻകൂട്ടി കണ്ടെത്താൻ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ച് സൗജന്യ പരിശോധന നടത്തും. ഇതിൻ്റെ ഭാഗമായി നൽകുന്ന കാർഡുകൾ ലഭിച്ചവർക്ക് കിഡ്നി ഫെഡറേഷൻ്റെ ധനസഹായത്തിനും ഡയാലിസിസിനും മുൻഗണന ലഭിക്കും. തുടക്കത്തിൽ 10 ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ച് സെൻ്ററിനോടനുബന്ധിച്ച് ക്ലിനിക്സ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡയാലിസിസ് സെൻ്ററിനോട് ചേർന്ന് വ്യായാമത്തിനും ഉല്ലാസത്തിനുമായി പാർക്ക് നിർമ്മിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്.